നിങ്ങൾക്കെല്ലാവർക്കും ആഗതമാകുന്ന പിറവി തിരുനാളിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുന്നു. കൊറോണ കാലത്തെ ക്രിസ്മസ് വളരെ ശാന്തമായി നമ്മെ കടന്നു പോവുകയാണ്. നമുക്കെല്ലാവർക്കും വിഷമമാണ്. ആൾക്കൂട്ടവും ആരവവും ആർപ്പുവിളിയും കരോൾ ഗാനങ്ങളും ഒന്നും ആഘോഷമായി നടത്താൻ പറ്റാത്ത ഈ ക്രിസ്മസ് ഇങ്ങനെ ആഘോഷിക്കേണ്ടി വന്നതിൽ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ വിരലിൽ എണ്ണാവുന്ന വളരെ കുറച്ച് പേർ മാത്രമേ തിരുമുഖ ദർശനത്തിനായി വന്നുള്ളൂ. വിദൂരദേശത്തുനിന്നും യാത്ര ചെയ്തെത്തിയ 3 ജ്ഞാനികളും മാലാഖ കൊടുത്ത കൃത്യമായ വിവരണമനുസരിച്ച് പുൽക്കൂട്ടിലെത്തി ഉണ്ണിയെ ആരാധിച്ച ആട്ടിടയന്മാരും മാത്രമേ ആദ്യത്തെ ക്രിസ്മസിനുണ്ടായുള്ളൂ. എന്തുകൊണ്ടാണ് ദൈവപുത്രൻ്റെ ഭൂമിയിലെ ജനനം ഇത്ര ലളിതമായി നടന്നത്, ആരും അറിയാതെ പോയത്? കാരണം ദൈവം മനുഷ്യനായി അവതരിക്കുമെന്ന സദ്വാർത്ത അറിഞ്ഞ പരിശുദ്ധ കന്യകാമറിയവും അവളുടെ ഭർത്താവായ യൗസേപ്പും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവരായിരുന്നു. അവർക്ക് പ്രശസ്തിയും പണവും ഉന്നത സ്ഥാനങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്കൊരിക്കലും. എന്നാൽ നമുക്കറിയാം, തിരുവചനങ്ങളിൽ നാം കാണുന്നത് പോലെ പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളിലും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചിരുന്ന വ്യക്തിയാണ്. തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ പ്രാർത്ഥനാപൂർവം ധ്യാനിച്ച് ആ സംഭവങ്ങളുടെ അർത്ഥമെന്തെന്ന് വിവേചിച്ചറിയാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്ന വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. തിരുസന്നിധിയിലിരുന്ന് യുക്തിവിചാരം നടത്തിയ പരിശുദ്ധ അമ്മ മാലാഖയോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുകയില്ലല്ലോ. മാലാഖ പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് വരും, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ തന്നെ പരിപൂർണമായും തിരുഹിത നിർവഹണത്തിനായി സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയെ കാണാം. വിശുദ്ധ ഔസേപ്പിതാവും അങ്ങനെ തന്നെ തിരുഹിത നിർവഹണത്തിനായി തന്നെ പരിപൂർണമായി സമർപ്പിച്ച വ്യക്തിയാണ്. ഔസേപ്പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വ്യക്തമായി തെളിഞ്ഞു വരുന്ന രൂപമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവധിക്കാലങ്ങളിൽ ജർമ്മനിയിൽ അജപാലന ശുശ്രൂഷയ്ക്കായി ഞാൻ പോകാറുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ പോയ സ്ഥലം റൈനെ എന്ന് പറയുന്ന സ്ഥലത്തെ മത്തിയാസ് സ്പിറ്റാൽ എന്ന ആശുപത്രിയിൽ ചാപ്ലിനായിട്ട് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ വെച്ച് ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. യോസെഫ് ക്രൗഡ്വാൾഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജർമ്മനിയിലെ അതിപ്രശസ്തനായ ഒരു ശില്പിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഉണ്ടാക്കിയ യൗസേപ്പിതാവിൻ്റെ രൂപം ഒന്ന് വന്ന് കാണണം എന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശില്പശാലയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ആ രൂപം കണ്ടു. 12 അടിയോളം ഉയരമുള്ള ഗ്രാനൈറ്റിൽ തീർത്ത ആ രൂപം അതിസുന്ദരമായിരുന്നു. വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. വലത് കരം ചെവിയുടെ പുറകിൽ പിടിച്ച് ആകാശത്തേക്ക് ചെവി ചായച്ച് പിടിച്ച് നിൽക്കുന്ന രൂപം. ഞാനിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് മനസ്സിലായില്ല, എന്താണെന്ന് വിശദീകരിക്കാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുവചനങ്ങളിലെ യൗസേപ്പിതാവിൻ്റെ രൂപമാണിത്. ഉറക്കത്തിൽ പോലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കാതോർത്ത മനുഷ്യനായിരുന്നു യൗസേപ്പിതാവ്. സ്നേഹമുള്ളവരെ, യൗസേപ്പിതാവിന് വ്യക്തമായി അറിയാമായിരുന്നു തന്നെക്കുറിച്ചുള്ള ദൈവനിയോഗം എന്തെന്ന്. ദൈവപുത്രൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ ആ ദൈവപുത്രനെ താൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള അവബോധത്തോടെ വളർത്തിക്കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് താനെന്ന് യോസേപ്പിതാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നതെന്തോ അതുപോലെ പ്രവർത്തിച്ച് തൻ്റെ പുത്രനെ വളർത്തിക്കൊണ്ടുവരാൻ യൗസേപ്പ് കർമ്മനിരതനായിരുന്നു. സ്നേഹമുള്ളവരെ,
പരിശുദ്ധ കന്യകാമറിയവും യൗസേപ്പ് പിതാവും നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, ശാന്തമായി തിരുസന്നിധിയിലിരുന്ന് യുക്തിവിചാരം നടത്തി പ്രാർത്ഥനാപൂർവം ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ പരിശോധിക്കുമ്പോൾ ദൈവം കൂടെ വസിക്കുന്നു എന്നുള്ള അനുഭവത്തിലേക്ക് വരാനും ആ അനുഭവത്തിൽ ആഴപ്പെടാനും നമുക്ക് ദൈവം കൃപ നൽകും. അങ്ങനെ കൂടെ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ വളരാൻ, ആ അവബോധത്തിലേക്ക് ഉണരാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.